ഈ പറഞ്ഞ പോലെ 2 കൊല്ലം മുമ്പേ ഇതേ ചോദ്യം കുറെ തവണ ഇന്റർവ്യൂസിലൊക്കെ ആ ഒരു സമയത്ത് ഇപ്പൊ അതൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എന്നാലും ഇപ്പൊ ഈ 2 കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും അതിനെപ്പറ്റി ഓർക്കുമ്പോ അതേ സന്തോഷവും സങ്കടം എന്ന് പറഞ്ഞാൽ ആനന്ദക്കണ്ണീരും ഒക്കെ തന്നെയാണ് ഇപ്പോഴും തോന്നുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ ഞാൻ സ്വപ്നേന വിചാരിച്ചിട്ടില്ല ഇങ്ങനൊരു ആ ഒരു ഭഗവാന്റെ അമ്മ എന്നുള്ള ഒരു പദവി സാധ്യമാവും എന്നുള്ളത്. ഗുരുകാരണവന്മാരുടെയും അച്ഛനമ്മമാരുടെയും ഒക്കെ അനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടിയതാണ്. അപ്പോ സ്വാഭാവികമായിട്ട് ഞാനത് എന്തൊക്കെയാണ് ആദ്യമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ അത് എന്തൊക്കെയാണ് കാര്യങ്ങൾ, അപ്പോ ഇന്റർവ്യൂ കാര്യങ്ങൾ, അത് കഴിഞ്ഞിട്ട് അവിടെ സൈൻ ചെയ്യുക, അത് കഴിഞ്ഞ് ഉം, നറുക്കെടുപ്പുള്ള ആ സ്ഥലത്തേക്ക് അവിടെ എത്തി അകത്ത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ആദ്യം എല്ലാവരുടെയും പേര് വിളിക്കും. പേര്, അഡ്രസ്സ്, നമ്പർ എല്ലാം പറഞ്ഞ് കൊടുത്തിലേക്ക് ഇടും. അതിനെ കേട്ടോണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ നമ്മുടെ പേരങ്ങോട്ട് വിളിക്കുമ്പോ എന്താ ചെയ്യേണ്ടത് ചിലതായി. അപ്പോ ഞാനവിടെ ചെന്ന് നിന്നു. എനിക്ക് പിന്നെ എന്താ ചെയ്യേണ്ടത് അറിയില്ല. അപ്പൊ 5 ദിവസം നമസ്കരിക്കൂ. അപ്പോഴാണ് അയ്യോ ശരി ഗുരുദേവന് നമസ്കരിക്കുക. അപ്പൊ വേഗം ഞാൻ നമസ്കരിച്ചു. അപ്പൊ ഭയങ്കര വിഷമം, കണ്ണുന്നൊക്കെ വെള്ളം വന്നു ആ സമയത്ത്. പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു.